ബ്യൂട്ടീസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. നമുക്ക് നോക്കാം. ബിരിയാണീൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം മക്കളെ കാണിക്കാൻ വേണ്ടി നമ്മളിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളിന്ന് കല്ലുമ്മക്കായ കണ്ടപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് കല്ലുമ്മക്കായ വാങ്ങാം, അത് കുറച്ച് ഫ്രൈ ആക്കാം, എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഓക്കെ, നല്ല വലിയ കല്ലുമ്മക്കായാണ് കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാനല്ലാതെ ഒരാളും കൂടി പപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തക്കാളിയൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട്. എനിക്ക് ഫുള്ള് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ആദ്യം ഉള്ളി വഴറ്റിയിരിക്കണം. അപ്പോൾ തക്കാളി അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഓക്കെ, എല്ലാ മസാലയും കൂടി അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചോറ് ഒന്ന് നോക്കുന്നുണ്ട്, പാവം. ഇപ്പോൾ കല്ലുമ്മക്കായ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. നമ്മളൊരു ചായയൊക്കെ കുറിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയൊരു ബ്രേക്കൊക്കെ വേണ്ടേ. ഓക്കെ, നമ്മൾ കല്ലുമ്മക്കായ വേവിച്ച വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കല്ലുമ്മക്കായ നല്ലോണം ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം, മസാല തേച്ചെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് നമുക്കത് ഫ്രൈ ആക്കാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ, സത്യത്തിൽ ഞാനാണിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ജനവാതിലിൻ്റെ അവിടെ വെച്ചിട്ട് അത് കഴിയുന്ന ആ ഒരു എൻഡിങ് വരെ ഫോൺ എൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ ഇക്കാൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ സമ്മതിച്ചു. കാരണം ചിലപ്പോൾ എന്തായാലും വീഡിയോ നോക്കിയിട്ടുണ്ടാവും, യൂട്യൂബിൽ വീഡിയോ കല്ലുമ്മക്കായ ബിരിയാണീൻ്റെ എന്തായാലും റെസിപ്പി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര മൈൻഡ് സെറ്റാണ്. എനിക്കൊന്നും അറിയില്ല, കല്ലുമ്മക്കായ ബിരിയാണി വെക്കാൻ എനിക്കറിയില്ല. ബിരിയാണികളെല്ലാം വെക്കും, എല്ലാ ബിരിയാണീസും വെക്കും, പക്ഷേ കല്ലുമ്മക്കായ ബിരിയാണി ഇതുവരെ വെച്ചിട്ടില്ല. എന്തായാലും ഫസ്റ്റിക്കാണ് കല്ലുമ്മക്കായ ബിരിയാണി വെക്കുന്നത്. ഓക്കെ, നമ്മുടെ മസാലയിലേക്ക് ഇത്തിരി നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ആക്കിയതും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മല്ലിയില, പുതിനയിലൊക്കെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ. അപ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. ആളെന്നെ അത് ചെയ്തോളാമെന്ന് പറയുന്നു. നമ്മൾ സംസാരിച്ചേക്കുന്നത് ഉള്ളി ഒന്ന് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മസാലൻ്റെ മേലെ നമ്മൾ ചെറിയൊരു വാഴൻ്റെ വെക്കുന്നത് കുറച്ചും കൂടി വൃത്തിയായിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു ചോറ് മസാലയിലേക്ക് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സേഫ്റ്റിക്ക്, അത്രയേ ഉള്ളൂ. ചിലവരങ്ങനെ വെക്കാറില്ല, പക്ഷെ ഞാൻ എല്ലാ ചോറ് വെക്കുമ്പോഴും വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഓക്കെ, ചോറ് അതിൻ്റെ മേലേക്ക് ഫസ്റ്റ് കുറച്ച് ചോറ് അതിൻ്റെ മേലെ ഇട്ടിട്ട് അതിൻ്റെ മേലെ മല്ലിയില, ഉള്ളി ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മേലെ ഡെക്കറേഷൻ, സംഭവം ഒരു ഡെക്കറേഷൻ ഒരു വൃത്തിയാണ്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്. ചിലത് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഓക്കെ, അതിന് മുകളിൽ ചോറ് ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദമ്മിട്ടു. ഇനിയാണ് പണി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൻ്റെ കാര്യം പറയേണ്ടല്ലോ, ഒരുപാട് പാത്രം കേൾക്കാനുണ്ട്. പക്ഷേ ഫുള്ളും ക്ലീനിങ് ഒക്കെ തന്നെയാണ്. കിച്ചണിൽ നിന്ന് എനിക്ക് വിട്ട് നിൽക്കുന്നത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഫുള്ളും ക്ലീനിങ് തന്നെ. ഓക്കെ, പാത്രമൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്, എല്ലാം ക്ലീൻ ചെയ്തു. ഓക്കെ, അടിപൊളി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇക്കാണ് ഫസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് കരുതി ഞാൻ. തന്നിട്ട് കഴിഞ്ഞ് നമ്മളത് ബിരിയാണി നല്ലോണം വേറൊരു പാത്രത്തിലേക്ക് പാകമൊക്കെ ചെയ്തു. ഓക്കെ, വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് പാകമാക്കി. മസാലയൊക്കെ കണ്ടിട്ട് അടിപൊളിയും തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.